പാവം ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്ദേശ്യശുദ്ധിയെ ലോകം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കാരണം അവരുടെ ലോക പോലീസ് എന്നുള്ള സ്ഥാനം എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഈ അമേരിക്കൻ പ്രസിഡന്റുമാർ തന്നെയായിരിക്കും. ചൈന അതിൻ്റെ വ്യാളിക്കൈകളാൽ ലോകത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതും അമേരിക്ക തന്നെയായിരിക്കും. ചൈന അവരുടെ സ്വാധീനത്താലോ ഭീഷണിയാലോ അല്ലെങ്കിൽ ഏത് വിധേനയും ഓരോ രാജ്യങ്ങൾ ചെറുതും വലുതായിട്ടുള്ള ഓരോ രാജ്യങ്ങളെ അവരുടെ വരുതിയിലാക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അമേരിക്കയില്ലെങ്കിലും ജീവിക്കാം, ചൈനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ എന്നുള്ളതറിയില്ല. നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നുള്ള സാധനങ്ങളൊക്കെ ഇനി റീപ്ലേസ് ചെയ്യപ്പെടും. അതിനുള്ള സാങ്കേതിക വിദ്യയും എല്ലാം തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാം ചൈനയുടെ പക്കലുണ്ട്. അത് ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്തെടുക്കുന്നുണ്ട് അവർ. എല്ലാ മേഖലയിലും, സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ചൈനയെ ആശ്രയിക്കാതെ ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് ചൈന കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് അവർ ലോകത്തിൽ നമ്പർ 1 എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവർ പറയുന്നില്ല, അവർ ഈ അമേരിക്ക കണക്കെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ വീമ്പിളക്കുന്ന കണക്കിൽ ഞങ്ങൾ ലോക പോലീസാണെന്ന് ചൈന ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കത് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ടാരിഫ് വാറുമായി ബന്ധപ്പെട്ട് അവരുടെ ദുർബലതകൾ ലോകത്തിന് മനസ്സിലായി അല്ലേ. ഇപ്പോൾ ട്രംപിന് നിലനിൽപ്പില്ല. ഇനി ട്രംപിനൊന്നല്ല, അമേരിക്കയ്ക്ക് തന്നെ നിലനിൽപ്പില്ല. അമേരിക്ക ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ അവസാനത്തെ ആണി അടിച്ചത് ട്രംപാണെന്ന് മാത്രം. ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ചൈനയുടെ ഈ അപ്രമാദിത്വം കണ്ട് പേടിച്ചിട്ടാണ് ഈ ട്രംപ് ഈ പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൈനയെ വരുതിയിലാക്കുക, ചൈനയെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ചൈനയുടെ ഈ കുതിപ്പിന് തടയിടുക എന്നുള്ളത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ഈ ടാരിഫ് വാറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഉദ്ദേശം. അതിന് ഡയറക്റ്റായിട്ട് അത് തോന്നിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മറ്റ് രാജ്യങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തി തുടങ്ങി വെച്ചത്. പക്ഷേ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചതിലും എത്രയോ വലുതായിരുന്നു ചൈനയുടെ വ്യാളിക്കൈകളുടെ വലിപ്പം. അത് ഈ ടാരിഫ് വാർ പ്രഖ്യാപിച്ച് അബദ്ധം പറ്റിയ ശേഷമാണ് ട്രംപും അമേരിക്കയും തിരിച്ചറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മാസ്കൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആ തിരിച്ചറിയപ്പെടുമ്പോഴേക്കും വൈകിപ്പോയോ, ഇനി ചൈനയുടെ കാൽക്കൽ ചെന്ന് വീണ് മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക നിൽക്കുന്നു. അമേരിക്കൻ ജനത ട്രംപിനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ട്രംപിനെ ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ട്രംപിനെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്താണ് ഇനി അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് എന്ന് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ചൈനയെ പോലെ ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്, അത്രയും ശക്തമായിട്ടുള്ളൊരു രാജ്യത്തിന് പോലും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും, എല്ലാ രാജ്യത്തിൻ്റെ അധിപന്മാരെയും പേടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും അത്തരത്തിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചൈനയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ യാതൊരു ഒരു എന്താ പറയുക, പ്രകോപനപരമായിട്ടും അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒന്നും നിൽക്കാത്തത് തന്നെ. കാരണം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോദിയും കൂട്ടരൊക്കെ തന്നെ. അപ്പോൾ ഇനി ലോകക്രമം മാറിത്തുടങ്ങിയിരിക്കുന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെ ലോകത്തിന് മനസ്സിലായിരിക്കുന്നു എന്നാണ് ഈ ടാരിഫ് വാറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാണാം നമുക്ക് ഇനിയുള്ള ലോകം